ഉയർത്തി നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. അടുത്ത പ്രാർത്ഥന ബ്രദർ സോണി. സർവശക്തനായ കർത്താവെ, നിന്നെ സ്തുതിക്കുന്നു പിതാവേ. പകൽക്കാലത്തിനായി നന്ദി പറയുന്നു. ഈ കൃപ ഫാമിലി സെന്ററിൽ നിന്നായിരിക്കുമ്പോൾ കർത്താവെ, സ്ഥാപനത്തിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിക്കുന്നു. യേശുവെ, നിന്റെ വചനപ്രകാരം കർത്താവെ, പാലല്ല നീ തലയായി തീരും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കയില്ല എന്ന വചനപ്രകാരം ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, നിന്റെ കൃപകളാൽ നിറക്കണം പിതാവേ. യേശുവിന്റെ നാമത്തിൽ ഈ സ്ഥാപനം കർത്താവ് ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, അനേകർ കർത്താവെ ഈ സ്ഥാപനത്തിലേക്ക് വരട്ടെ പിതാവേ. ഇവിടെ വലിയ ബിസിനസ് ഉണ്ടാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ബിസിനസ്സുകളെ വിളിച്ചു വരുത്തുന്ന പിതാവേ, അവിടുത്തെ മഹത്വം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. കർത്താവ്, ഈ സ്ഥാപനം ഒരു അനുഗ്രഹമെന്ന് ഈ ദേശക്കാർ പറയട്ടെ പിതാവേ. ഇതിനടുത്തുള്ള ദേശങ്ങളിലും കർത്താവ് ഈ സ്ഥാപനത്തിനെ കുറിച്ചുള്ള പേര് കേൾക്കട്ടെ. നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കുമെന്ന വാഗ്ദത്ത പ്രകാരം കർത്താവ് ഈ സ്ഥാപനത്തിനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. സ്വർഗത്തിലെ ദൂതന്മാർ ഇവിടെ പാളയമിറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സ്ഥാപനത്തെ അനുഗ്രഹിക്കുന്നു. ഈ സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ നുണകളും, എല്ലാ അസൂയയും, എല്ലാ വ്യാജവാക്കുകളെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് മാറ്റുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ഈ സ്ഥാപനം ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് പോകട്ടെ. ഇത് വർധനവിനാൽ വർദ്ധിക്കട്ടെ. യേശുവിന്റെ നിറവിനാൽ നിറയപ്പെടട്ടെ കർത്താവേ. ഇതിന്റെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ. കർത്താവിന്റെ കൃപ ഇവരോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടും സ്വന്തക്കാരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു.